Dear students, welcome to International Business. In this class, we are going to discuss a new topic, protectionism and free trade. What do you mean by protectionism? What do you mean by free trade? These two terms are related to international business and related to FDI. So, international business environment include several concepts like trade strategy, trade barriers, trade agreements, trading blocks, multinational trade negotiations, etc. All of them are closely related to WTO and other strategies. So, trade strategy is a strategy followed by a government in the international business environment. How they have to deal with the international business, and it is a very broad concept which influence import and export, pattern of investment, direction of development, competitive conditions, entrepreneurial and business attitudes, etc. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ട്രേഡ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ട്രേഡ് സ്ട്രാറ്റജി വിച്ച് സപ്പോർട്ട് foreign investment, which support private investment, and which aims for more export and import. അപ്പം ട്രേഡ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് പ്രധാനമായും നമുക്ക് അവർക്ക് എന്താണ് ഇമ്പോർട്ട് എക്സ്പോർട്ട് പോളിസി, പാറ്റേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പബ്ലിക് സെക്ടർ വേണം, പ്രൈവറ്റ് സെക്ടർ വേണം, ഡയറക്ഷൻ ഓഫ് ഡെവലപ്മെൻറ്റ് ഏത് മേഖലയിൽ ഫോക്കസ് ചെയ്യണം, ദെൻ കോമ്പറ്റീറ്റീവ് കണ്ടീഷൻ വെദർ ദ എക്കണോമി ഓർ മാർക്കറ്റ് ഷുഡ് ബി ഓപ്പൺ ഫോർ കോമ്പറ്റീഷൻ, ദെൻ ഓൺട്രപ്രണറിയൽ ആൻഡ് ബിസിനസ് ആക്ട്. ഇപ്പോൾ ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ബ്രോഡായിട്ട് രണ്ട് സ്ട്രാറ്റജീസ് ഉണ്ട്. സോ ട്രേഡ് സ്ട്രാറ്റജി ഈസ് റിലേറ്റഡ് ടു സെവറൽ ആസ്പെക്ട്സ് ആൻഡ് ദർ ആർ ടു തിയറീസ് റിഗാർഡിംഗ് ദിസ്. വൺ ഔട്ട്വേർഡ് ഓറിയൻറ്റഡ് സ്ട്രാറ്റജി, അതായത് ഇൻ വിച്ച് ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രിയൽ പോളിസീസ് ഡസ് നോട്ട് ഡിസ്ക്രിമിനേറ്റ് ബിറ്റ്വീൻ പ്രൊഡക്ഷൻ ഓഫ് ഡൊമസ്റ്റിക് മാർക്കറ്റ് ആൻഡ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ ദർ ഈസ് നോ ഡിസ്ക്രിമിനേഷൻ ടു ഡൊമസ്റ്റിക് മാർക്കറ്റ് ആൻഡ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഓപ്പൺ, പരമാവധി എക്കണോമി ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. അപ്പം ദിസ് സ്ട്രാറ്റജി ഡിസ്ക്രിമിനേറ്റ്സ് നൈദർ എ ഫേവർ ഓഫ് എക്സ്പോർട്സ് നോർ എഗനസ്റ്റ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. അതായത് നമുക്ക് പരമാവധി ഇമ്പോർട്ടും എക്സ്പോർട്ടും പ്രൊമോട്ട് ചെയ്യാം. നമ്മുടെ എക്കണോമി ഒരു ഓപ്പൺ എക്കണോമിയാണ്, ഓപ്പൺ ഒരു കൺസെപ്റ്റ്, ഓപ്പൺ പോളിസി, ന്യൂട്രാലിറ്റി, അതായത് ഇമ്പോർട്ടും എക്സ്പോർട്ടിനും യാതൊരു നിയന്ത്രണവുമില്ലാതെ നമ്മുടെ എക്കണോമി ഓപ്പൺ അപ്പ് ആക്കിയത് കൊണ്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. അതാണ് ഔട്ട്വേർഡ് ഓറിയൻറ്റഡ് സ്ട്രാറ്റജി. ദാറ്റ് ഈസ് ഇൻ വിച്ച് ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രിയൽ പോളിസീസ് ഡു നോട്ട് ഡിസ്ക്രിമിനേറ്റ് ബിറ്റ്വീൻ പ്രൊഡക്ഷൻ ഫോർ ഡൊമസ്റ്റിക് മാർക്കറ്റ് ആൻഡ് എക്സ്പോർട്ട്. അപ്പം ഇറ്റ് ഈസ് ആൻ ഓപ്പൺ പോളിസി, ദർ ഈസ് നോ ഡിസ്ക്രിമിനേഷൻ ഫോർ ഇമ്പോർട്ട് ഓർ എക്സ്പോർട്ട്. സെക്കൻഡ് വൺ, ഇൻവേർഡ് ഓറിയൻറ്റഡ് സ്ട്രാറ്റജി. അതായത് ദർ ഈസ് എ ബയാസ് ഓഫ് ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രിയൽ പോളിസീസ് ഇൻ ഫേവർ ഓഫ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ. അപ്പം ഡൊമസ്റ്റിക് പ്രൊഡക്ഷനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഇത്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് ഈ പറയുന്ന ഇൻവേർഡ് ഓറിയൻറ്റഡ് സ്ട്രാറ്റജിയിൽ അപ്പോൾ ബയാസ് ഓഫ് ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രിയൽ പോളിസീസ് ഇൻ ഫേവർ ഓഫ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ. അപ്പോൾ അത് ഫോറിൻ ട്രേഡിന് അഗനസ്റ്റാണ്. ഇറ്റ് ഈസ് അഗനസ്റ്റ് ഫോറിൻ ട്രേഡ്. ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ട് പരമാവധി കുറയ്ക്കുക. അപ്പോൾ ഇമ്പോർട്ട് കുറയ്ക്കാനായിട്ട് യു ഹാവ് ടു പ്രൊഡ്യൂസ് ദോസ് ഐറ്റംസ് വിച്ച് ആർ ഇമ്പോർട്ടഡ് ടു അവർ കൺട്രി. അപ്പോൾ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ പ്രൊമോട്ട് ചെയ്യുക, ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അപ്പം വിദേശ മത്സരത്തിൽ നിന്ന്, വിദേശ കോമ്പറ്റീഷനിൽ നിന്ന്, ഫോറിൻ കോമ്പറ്റീഷനിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ വ്യവസായത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അപ്പം ഔട്ട്വേർഡ് ഓറിയൻറ്റഡ് സ്ട്രാറ്റജിയിൽ ദർ ഈസ് നോ പ്രൊട്ടക്ഷനിസം, ന്യൂട്രാലിറ്റി. ഇൻവേർഡ് ഓറിയൻറ്റഡ് സ്ട്രാറ്റജിയിൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ പ്രൊട്ടക്ഷനിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ വ്യവസായ സംരംഭങ്ങളെ അതിന്റെ ഭാഗമായിട്ട് എന്താ സംഭവിക്കുന്നത്? ദർ ഈസ് ഹൈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, അൺകോമ്പറ്റീറ്റീവ് എക്കണോമി, നമ്മുടെ എക്കണോമിയിലേക്ക് മത്സരം വരുന്നില്ല. അപ്പോൾ അത് ഫോറിൻ ട്രേഡിന് എഗനസ്റ്റ് ആണ്. ഇൻവേർഡ് ഓറിയൻറ്റഡ് ട്രേഡിംഗ് സ്ട്രാറ്റജി ഈസ് എഗനസ്റ്റ് ഫോറിൻ ട്രേഡ്. വി യൂസ് താരിഫ്, ലൈസൻസിങ് and other restriction for restricting the entry of multinational company, for restricting the business in India.
അപ്പോൾ നമ്മുടെ മുൻപ് കാലങ്ങളിൽ 90-കൾക്കൊക്കെ മുമ്പ് ഡെവലപ്പിംഗ് എക്കണോമീസ് ലൈക്ക് ഇന്ത്യ ഫോളോഡ് ദി സ്ട്രാറ്റജി ബൈ പ്രൊട്ടക്റ്റിംഗ് അവർ ഇൻഡസ്ട്രി ബൈ റെസ്ട്രിക്റ്റിംഗ് ഫോറിൻ ഇൻഡസ്ട്രി. ഡ്യൂ ടു WTO, it is not possible for our country to protect our economy from the entry of multinationals. അപ്പോൾ ലിബറലൈസേഷൻ വന്നതോടുകൂടി സോ ദ ഡെവലപ്പിംഗ് നേഷൻസ് ആർ കമ്പൽഡ് ടു change their strategy towards outward oriented. That is, they have to open up their economy for multinationals, for open competition. They cannot restrict the import or they cannot make any steps in favor of domestic industries. അപ്പോൾ അതിനകത്ത് ഫ്രീ ട്രേഡ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ഫ്രീ ട്രേഡ്. അപ്പോൾ ഫ്രീ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഫ്രീ ഫ്രം ഓൾ ആർട്ടിഫിഷ്യൽ ബാരിയേഴ്സ് ഓഫ് ട്രേഡ്, അതായത് എല്ലാത്തരം നിയന്ത്രണങ്ങളും ഇല്ലാത്ത ഒരവസ്ഥയാണ് ഫ്രീ ട്രേഡ്. എന്നാൽ പ്രൊട്ടക്ഷനിസം എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ടുവേർഡ്സ് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ്. അപ്പം ദർ ആർ ടു കൺസെപ്റ്റ്സ്. ഫ്രീ ട്രേഡ് എന്ന് പറഞ്ഞാൽ ദർ ഈസ് നോ ആർട്ടിഫിഷ്യൽ റെസ്ട്രിക്ഷൻ. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ള അവസ്ഥ, എനി ബിസിനസ് ഫേം ക്യാൻ കം ടു ഇന്ത്യ, ക്യാൻ ഡു ബിസിനസ് ഇൻ ഇന്ത്യ, ദേ ക്യാൻ ഇമ്പോർട്ട് ഗുഡ്സ്, ദേ ക്യാൻ എക്സ്പോർട്ട് ഗുഡ്സ്, ദർ ഈസ് നോ ബാരിയർ. എന്നാൽ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് പോളിസി ഫോർ പ്രൊട്ടക്റ്റിംഗ് ദ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി. So what are the arguments in favor of free trade? What are the arguments in favor of free trade? One, it leads to most economic utilization of resources of the world. So by permitting foreign investment, by permitting the flow of capital, the resources of our country can be efficiently utilized. നമ്മുടെ രാജ്യത്തെ റിസോഴ്സസ്, മാൻ പവർ, പിന്നെ മറ്റ് മൈനിങ് റിസോഴ്സ് ഒക്കെ ഇറ്റ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഇൻ എ ബെറ്റർ മാനർ ബൈ യൂസിങ് ടെക്നോളജി ഓഫ് ദ ഫോറിൻ കമ്പനീസ്. അപ്പം മോസ്റ്റ് എക്കണോമിക് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. രണ്ട്, സ്പെഷ്യലൈസേഷൻ. അപ്പോൾ ഓരോ രാജ്യത്തിൻ്റെയും പ്രത്യേകതകൾ നോക്കി ദേ ക്യാൻ സ്പെഷ്യലൈസ് ഇൻ ദെയർ ആക്ടിവിറ്റീസ്. അപ്പം മോർ എഫിഷ്യൻസി ആൻഡ് എക്കണോമി ഇൻ പ്രൊഡക്ഷൻ. ഇപ്പോൾ ജപ്പാൻ ഫോർ എക്സാമ്പിൾ ഇലക്ട്രോണിക്സ് വ്യവസായത്തിൻ്റെ ടോപ്പ് ലെവലിലാണ്, അല്ലെങ്കിൽ അമേരിക്ക പിന്നെ ഒരു പർട്ടിക്കുലർ ഓട്ടോമൊബൈൽ സെക്ടർ അല്ലെങ്കിൽ IT സെക്ടർ. അപ്പം ഡ്യൂ ടു വിച്ച് സ്പെഷ്യലൈസേഷൻ ഈസ് പോസിബിൾ. അപ്പം സ്പെഷ്യലൈസേഷൻ ലീഡ്സ് ടു മോർ എഫിഷ്യൻസി ആൻഡ് എക്കണോമി ഇൻ പ്രൊഡക്ഷൻ. മൂന്നാമതായിട്ട് ഡ്യൂ ടു ഇൻറ്റൻസ് കോമ്പറ്റീഷൻ ദേ ഹാവ് ടു അതേഴ്സ് ഹാവ് ടു ഇംപ്രൂവ് ഓർ ക്വിറ്റ്. അപ്പം മത്സരം വരുന്നു, പുതിയ പുതിയ കമ്പനികൾ വരുമ്പോൾ എന്താ സംഭവിക്കുക? മാർക്കറ്റിൽ കോമ്പറ്റീഷൻ ഉണ്ടാവും. കോമ്പറ്റീഷൻ ഉണ്ടാകുമ്പോൾ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ്. ഇഫ് യു ആർ സ്ട്രോങ്, ഇഫ് യു ആർ ഫിറ്റ്, യു വിൽ സർവൈവ്. ഇഫ് യു ആർ നോട്ട് ഇൻ എ കോമ്പറ്റീറ്റീവ് മാനർ, യു കനോട്ട് സർവൈവ്. സോ ദേ ഹാവ് ടു ഇംപ്രൂവ് യുവർ സെൽഫ് ഓർ ക്വിറ്റ്. അപ്പോൾ ഇറ്റ് ഹെൽപ്സ് ടു ബ്രേക്ക് ദ ഡൊമസ്റ്റിക് മോണോപ്പൊളീസ് ആൻഡ് ഫ്രീ ദ കൺസ്യൂമേഴ്സ് ഫ്രം ദ എക്സ്പ്ലോയിറ്റേഷൻ. അപ്പം രാജ്യത്തുള്ള മോണോപ്പൊളീസ്, ഡൊമസ്റ്റിക് മോണോപ്പൊളീസിനെ ഒഴിവാക്കുകയും ബെറ്റർ സർവീസസ് ടു കൺസ്യൂമർ. ഇറ്റ് ഹെൽപ്സ് ദ കൺസ്യൂമേഴ്സ് ടു ഗെറ്റ് ഗുഡ്സ് അറ്റ് എ ലോവർ പ്രൈസ്. ഇപ്പോൾ നമ്മൾ ഇന്ന് കാണുന്നത് പോലെ എല്ലാ ഐറ്റംസിൻ്റെയും ഇലക്ട്രോണിക് ഗുഡ്സിനും ഒക്കെ വില കുറയുന്നു. എന്താ കാരണം? ഡ്യൂ ടു കോമ്പറ്റീഷൻ. ഓട്ടോമൊബൈൽസിൻ്റെ വില കുറയുന്നു ഡ്യൂ ടു കോമ്പറ്റീഷൻ. റെഡ്യൂസേഴ്സ് ദ ചാൻസസ് ഓഫ് കറപ്ഷൻ അണ്ടർ പ്രൊട്ടക്ഷനിസം. അപ്പോൾ ഇപ്പം നമ്മൾ പലതരത്തിലുള്ള നിയമങ്ങൾ വന്നു, അഴിമതി കുറയുന്നു. റിമൂവൽ ഓഫ് ട്രേഡ് ബാരിയേഴ്സ്, അതിനുള്ള കാരണം നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ GATT, WTO. ഡ്യൂ ടു ദിസ് എല്ലാ തരം താരിഫുകളും കുറയ്ക്കേണ്ടി വന്നു, നോൺ താരിഫ് ബാരിയേഴ്സ് കുറയ്ക്കേണ്ടി വന്നു. അപ്പം നമ്മൾ പ്രൊട്ടക്ഷനിസം മാറി ഫ്രീ ട്രേഡിലേക്ക് മാറുകയാണ്. അപ്പം ഫ്രീ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് പെർമിറ്റ് ദ ഫ്ലോ ഓഫ് ക്യാപിറ്റൽ ടു എനി കൺട്രി വിത്തൗട്ട് എനി റെസ്ട്രിക്ഷൻ. നിയന്ത്രണങ്ങളില്ലാതെ നമ്മുടെ എക്കണോമി ഓപ്പൺ ആവുക. എന്നാൽ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, പ്രൊട്ടക്റ്റിംഗ് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ് ഫ്രം ദ ഗ്ലോബൽ കോമ്പറ്റീഷൻ, ഫ്രം ദ എൻട്രി ഓഫ് അതർ കമ്പനീസ്, ബൈ വിച്ച് വി ട്രൈ ടു സേവ് അവർ എക്കണോമി, അവർ ബിസിനസ്. അപ്പോൾ പ്രൊട്ടക്ട് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ്. ദെൻ ഡയറക്റ്റ് FDI ടു നാഷണൽ പ്രയോറിറ്റി. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യത്തിനു വേണ്ടി നമ്മുടെ രാജ്യത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിനെ ഡയറക്റ്റ് ചെയ്യാം. പ്രൊമോട്ട് ഇൻഡിജിനിയസ് R&D, ലോക്കലായിട്ടുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുക, ദേശീയമായിട്ടുള്ള അത് ഡെവലപ്പ് ചെയ്യുക. പ്രൊട്ടക്റ്റ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്, നമ്മുടെ രാജ്യത്തിൻ്റെ ഫോറിൻ കറൻസി റിസർവ് പ്രൊട്ടക്റ്റ് ചെയ്യുക. മേക്ക് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പൊസിഷൻ ഫേവറബിൾ. അപ്പം ഇമ്പോർട്ട് കുറയ്ക്കുക, ഓട്ടോമാറ്റിക്കായിട്ട് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് നമ്മുടെ പ്രശ്നം പരിഹരിക്കാം. റവന്യൂ ജനറേഷൻ, ഡിസ്ക്രിമിനേഷൻ അഗൻസ്റ്റ് സർട്ടൻ കൺട്രീസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചൈന, വി ആർ അഗൻസ്റ്റ് ചൈന, വി ക്യാൻ ഡിസ്ക്രിമിനേറ്റ് ചൈന. അപ്പോൾ പ്രൊട്ടക്ഷനിസം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തേക്ക് മറ്റു രാജ്യത്തു നിന്നുള്ള സ്ഥാപനങ്ങൾ വരുന്നത് തടയുകയും നമ്മുടെ രാജ്യത്തുള്ള കമ്പനികളെ, ബിസിനസ്സിനെ പരമാവധി സംരക്ഷിക്കുകയുമാണ്.
അപ്പോൾ വാട്ട് ആർ ദ ആർഗ്യുമെൻറ്റ്സ് എഗൻസ്റ്റ് ആർഗ്യുമെൻറ്റ്സ് ഫോർ പ്രൊട്ടക്ഷൻ? ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരു ഇൻഫാൻറ്റ് ഇൻഡസ്ട്രി തുടക്കകാലത്തുള്ള ഒരു അതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിലാണ് പല വ്യവസായങ്ങളും. അത് സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഡൈവേഴ്സിഫിക്കേഷൻ, ഇംപ്രൂവിങ് ദ ടേംസ് ഓഫ് ട്രേഡ്, ഇംപ്രൂവിങ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, ആൻറ്റി ഡംപിങ്, ഇങ്ങനെ പെർമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിദേശത്തുള്ള കമ്പനികൾ കണ്ടമാനം ചീപ്പ് ഗുഡ്സ് നമ്മൾ ഇങ്ങോട്ടേക്ക് ഇറക്കും. ആൻറ്റി ഡംപിങ് നമ്മുടെ ബാർഗെയിനിങ് പവർ ബാധിക്കും, എംപ്ലോയ്മെൻറ്റ് ജനറേഷനെ ബാധിക്കും, നമ്മുടെ നാഷണൽ ഡിഫൻസ്, നമ്മുടെ സെക്യൂരിറ്റി ഇഷ്യൂസിനെ അത് ബാധിക്കും. അപ്പോൾ ഇങ്ങനെ കുറേ കീപ്പിംഗ് മണി അറ്റ് ഹോം, ഈ പണം നമ്മുടെ രാജ്യത്ത് തന്നെ സൂക്ഷിക്കുക, ടു പ്രൊട്ടക്ട് ദ ഹോം മാർക്കറ്റ്. അപ്പോൾ ഇങ്ങനെ ദർ ആർ സോ മെനി ആർഗ്യുമെൻറ്റ്സ് ഇൻ ഫേവർ ഓഫ് പ്രൊട്ടക്ഷനിസം. അപ്പോൾ ഈ ഡീമെറിറ്റ്സ് ഓഫ് പ്രൊട്ടക്ഷനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എഗൻസ്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ കൺസ്യൂമേഴ്സിന് എഗൻസ്റ്റ് ആണ്. പുവർ ക്വാളിറ്റി ഓഫ് ഗുഡ്സ്, ഇതാണ് പുവർ ക്വാളിറ്റി ഓഫ് ഗുഡ്സ്. ക്രിയേറ്റ് ഡൊമസ്റ്റിക് മോണോപ്പൊളീസ്, നമ്മുടെ രാജ്യത്തുള്ള നഷ്ടമുണ്ടാക്കുന്ന മോണോപ്പൊളീസിൻ്റെ വളർച്ചയ്ക്ക് ഇടയാക്കും. ഡിസ്കറേജസ് ഇന്നൊവേഷൻ R&Dയെ ഡിസ്കറേജ് ചെയ്യുന്നു. ലീഡ്സ് ടു കറപ്ഷൻ. റെഡ്യൂസസ് ദ വോളിയം ഓഫ് ഫോറിൻ ട്രേഡ്, നമ്മുടെ ഇമ്പോർട്ട് റെസ്ട്രിക്റ്റ് ചെയ്യുന്നു. റെഡ്യൂസസ് ദ വോളിയം ഓഫ് ഫോറിൻ ട്രേഡ്. അൺഎക്കണോമിക് റിസോഴ്സസ് ഓഫ് വേൾഡ് റിസോഴ്സസ്, നമ്മൾ റിസോഴ്സിനെ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ പ്രൊട്ടക്ഷൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചാണ്. താരിഫ് ബാരിയേഴ്സ് ആൻഡ് നോൺ താരിഫ് ബാരിയേഴ്സ്. അപ്പോൾ താരിഫ് ബാരിയേഴ്സ് മീൻസ് വി വിൽ ചാർജ് മോർ ടാക്സസ്, വി വിൽ ചാർജ് മോർ ഡ്യൂട്ടീസ് ഫോർ പ്രിവെൻറ്റിങ് ഇൻ്റർനാഷണൽ ട്രേഡ്. റേറ്റ് വിൽ ബി ഹൈ ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്, നമ്മുടെ രാജ്യത്തേക്ക് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് കൂടിയ നികുതി ഏർപ്പെടുത്തുന്നു. So liberalization caused for reducing the tariff. Due to the WTO rules and regulations, we are forced to reduce our tariff barriers. അപ്പം പ്രൊട്ടക്ഷൻസിന് ഒന്നാമത്തേത് താരിഫ്, രണ്ട് നോൺ താരിഫ് ബാരിയേഴ്സ്. എന്താണ് അത്? രണ്ട് തരമുണ്ട്. പ്രിവെൻറ്റ് ഫോറിൻ എക്സ്ചേഞ്ച് ഔട്ട്ഫ്ലോ, നമ്മുടെ രാജ്യത്ത് നിന്ന് പണം വിദേശത്തേക്ക് കൊണ്ടുവന്ന് തടയുക. ഇമ്പോർട്ട് ലൈസൻസിങ്, ക്വാട്ടാസ്, റെഗുലേഷൻസ് ഒക്കെ നടപ്പാക്കുക. അപ്പം കാനലൈസേഷൻ ഓഫ് ഇമ്പോർട്ട്, അതായത് ചില പർട്ടിക്കുലർ മേഖലയിലേക്ക് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഇമ്പോർട്ട് റെസ്ട്രിക്റ്റ് ചെയ്യുക. ഇതാണ് നോൺ താരിഫ് ബാരിയേഴ്സിൽ ഒരു ടൈപ്പ്. രണ്ട്, പ്രൊട്ടക്ട് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്തെ SSIs അതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അപ്പോൾ ഇത് രണ്ട് കൺസെപ്റ്റാണ്. അപ്പോൾ പ്രൊട്ടക്ഷനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എഗനസ്റ്റ് ഇൻ്റർനാഷണൽ ട്രേഡ്. വി ട്രൈ ടു പ്രൊമോട്ട് മാക്സിമം അവർ ഇൻഡസ്ട്രീസ്. വി ട്രൈ ടു റെസ്ട്രിക്റ്റ് ദ എൻട്രി ഓഫ് മൾട്ടിനാഷണൽസ്. എന്നാൽ ഫ്രീ ട്രേഡ് എന്ന് പറഞ്ഞാൽ വി ഓപ്പൺ അപ്പ് അവർ എക്കണോമി ഫോർ കോമ്പറ്റീഷൻ, ഫ്രീ എൻട്രി ഓഫ് മൾട്ടിനാഷണൽസ്, ബെറ്റർ ക്വാളിറ്റി പ്രോഡക്റ്റ് ടു കൺസ്യൂമേഴ്സ്. അപ്പോൾ ഇത് രണ്ടും ഈ FDAയുമായി ബന്ധപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ ഫ്രീ ട്രേഡ് ആൻഡ് പ്രൊട്ടക്ഷനിസം. ഓക്കെ, താങ്ക് യു.